മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വിമതന്മാരെ വിശ്വാസികൾ തിരിച്ചറിയണം. ഭദ്രാസനം മുടിപ്പിക്കാനും ശിഥിലമാക്കാനുമാണ് ഈ ഗൂഢസംഘം പ്രവർത്തിക്കുന്നത്. പള്ളികളിൽ വിശുദ്ധ കുർബാന പോലും നടത്തിക്കാതെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതുപോലെ വൈദികർക്ക് ശമ്പളം കിട്ടാതെ വന്നാൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ആര് ചെയ്യും? അവരെ പട്ടിണിക്കിട്ടാൽ ഈ വൈദിക കുപ്പായവും വിട്ട് കിളയ്ക്കാൻ പോകണോ? അവരുടെ ശമ്പളം തടഞ്ഞു വെച്ച് പീഡിപ്പിക്കുന്ന ഭദ്രാസന സെക്രട്ടറിയെയും കുറവാ സംഘത്തെയും എത്രയും വേഗം പിരിച്ചുവിടാൻ സഭാ നേതൃത്വം ശ്രമിക്കണം. ഭദ്രാസന കൗൺസിലെന്നും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെന്നും പറഞ്ഞ് കുറേ എണ്ണം വിമത പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് വർഷം 3 ഇവന്മാരാണ് കാതോലിക്ക ബാവയ്ക്കും ഭദ്രാസന മെത്രോപൊലീത്തയ്ക്കുമെതിരെ കേസുകളും പരാതികളും കൊടുക്കുന്നതും കൊടുപ്പിക്കുന്നതും. ഭദ്രാസന കൗൺസിൽ അംഗമായ പാളയം പള്ളി കൈക്കാരനെ കൊണ്ട് കോടതി കയറി ഇറക്കി വഞ്ചിയൂർ മുതൽ ഹൈക്കോടതി വരെ കേസുകൾ കൊടുപ്പിക്കുന്നത് ഈ ഭദ്രാസന സെക്രട്ടറിയും കൗൺസിൽ അംഗങ്ങളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളിലെ ചിലരും ചേർന്നാണ്. ഇന്നലെ ഞങ്ങൾ വൈദികരുടെ ശമ്പളം മുടങ്ങിയതിനെക്കുറിച്ച് വാർത്ത ചെയ്തപ്പോൾ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലെ മാനസിക രോഗികളായ തിരുവനന്തപുരത്തെ സഭാ നേതാക്കളെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ചാക്കും തീവെട്ടിക്കൊള്ളക്കാരനായ കുള്ളനും ആഭാസതരങ്ങളും ന്യായീകരണങ്ങളുമായി ആറാടുന്നത് കണ്ടു. പഞ്ചായത്തിലെ മരാമത്ത് പണികളിൽ കൃത്രിമം കാണിച്ച് കിട്ടാവുന്ന കമ്മീഷൻ എല്ലാം ചാക്കിലാക്കി വോട്ടർമാരെ പറ്റിച്ച് ജീവിക്കുന്ന ചാക്ക് പറയുന്നത് കേട്ടു ജൂലൈ വരെയുള്ള ശമ്പളം വൈദികർക്ക് കൊടുത്തുവെന്ന്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഭദ്രാസനത്തിൽ നിന്ന് ജൂലൈ വരെയുള്ള ശമ്പളം കൊടുത്തെന്ന് രേഖ കാണിക്കാൻ. ചാക്ക് കൈപൊക്കി കാണിക്കും. അങ്ങനെ ശമ്പളം കൊടുത്തുവെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ മാസം ഒരു വികാരി പരസ്യമായി പള്ളിയിൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞത്? അദ്ദേഹത്തെ എന്തിനാ ഇപ്പോൾ ആ പള്ളിയിൽ നിന്നും സ്ഥലം മാറ്റുന്നത്? ചാക്കും കൂടെയുള്ളവരുടെയും ശല്യം സഹിക്കാതെ വന്നപ്പോഴാണ് ആ വൈദികൻ അവിടെ നിന്ന് മാറേണ്ട സ്ഥിതി വന്നത്. ഇവന്മാർ ഒരു തരത്തിലും വൈദികർക്ക് അവരുടെ ശുശ്രൂഷ നേരെ ചൊവ്വേ നടത്താൻ സമ്മതിക്കില്ല. പിന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ PhD കിട്ടിയ ഭദ്രാസന സെക്രട്ടറി അയാളുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന രീതിയിലാണ് വൈദികർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇയാളുടെ തനിക്കുണം ഭദ്രാസന ഓഫീസിൽ ജോലിക്ക് വന്ന വൈദികന്റെ ഭാര്യ സവിസ്തരം പറഞ്ഞ് വിശ്വാസികൾ കേട്ടതാണ്. ഇയാൾക്ക് PhD കിട്ടിയത് തന്നെ സോഷ്യൽ മീഡിയയിൽ കുത്തിത്തിരിപ്പ് എഴുതിയതിനാണ്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, അയാളോട് തന്നെ ചോദിച്ചാൽ പറഞ്ഞു തരും. വർഷങ്ങളോളം ഭദ്രാസന മെത്രോപൊലിത്തയോടൊപ്പം നിന്ന് സർവ്വ ആനുകൂല്യങ്ങളും അടിച്ചു മാറ്റിയിട്ടാണ് ഭദ്രാസനത്തിൽ വിമത പ്രവർത്തനം നടത്തുന്നത്. മുൻപ് അടിച്ചു മാറ്റിയ കഥകൾ അറിഞ്ഞ് ചുമതലകളിൽ നിന്ന് മാറ്റിയപ്പോഴാണ് ഭദ്രാസന സെക്രട്ടറിയായി വിമത ശബ്ദമുയർത്തുന്നത്. ഒരു കാരണവശാലും ഭദ്രാസനം നേരെ ചൊവ്വേ മുൻപോട്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് ഇവന്മാർ പറയുന്നത്. ഇവന്മാരുടെ കെണിയിൽ ചില വിശ്വാസികൾ വീണിട്ടുണ്ട്. അവരെയൊക്കെ സത്യം തിരിച്ചറിഞ്ഞ് ഭദ്രാസനത്തെ ഇവന്മാരുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ രംഗത്തുണ്ട്.